മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗതാഗത മാർഗമായിരുന്നു വ്യോമഗതാഗതം അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട്. നമ്മൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ എന്താണ് ബലൂണുകൾ, പാരച്യൂട്ട്, ആകാശക്കപ്പലുകൾ അല്ലെ, ഇതൊക്കെയായിരുന്നു എന്ത് പണ്ട് കാലത്ത് നമ്മൾ അവിടെ ആകാശത്തേക്ക് പറക്കാൻ വേണ്ടിയിട്ട്, ആകാശയാത്രയ്ക്ക് വേണ്ടി മനുഷ്യൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നത്? ആകാശക്കപ്പൽ, ഇതാണ് ആകാശക്കപ്പൽ, ദെൻ പാരച്യൂട്ട്, ഇതൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ആകാശയാത്രയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ന് കാണുന്ന ഒരു വിമാനത്തിന്റെ രൂപമല്ലേ an airplane which can be said to the first type of today's airplane was built by the American brothers. ഇന്ന് കാണുന്ന വിമാനത്തിന്റെ, എയർപ്ലെയിനിന്റെ ആദ്യത്തെ രൂപം, ഇന്നത്തെ കാണുന്ന നമ്മുടെ ആ പ്ലെയിൻ ഇല്ലേ, അതിന്റെയൊക്കെ ആദ്യത്തെ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് നമ്മുടെ റൈറ്റ് സഹോദരന്മാരായിരുന്നു. അമേരിക്കക്കാരായ റൈറ്റ് സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റ് എന്നീ രണ്ട് സഹോദരങ്ങളാണ് ഇന്ന് കാണപ്പെടുന്ന ഒരു വിമാനത്തിന്റെ രൂപത്തിൽ ആദ്യമായിട്ട് എന്താണ് വിമാനം നിർമ്മിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആയിരുന്നു. ഈ കാണുന്നതാണ് റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അവർ നിർമ്മിച്ചിരുന്ന ഫ്ലെയർ 1 എന്ന വിമാനമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ദെൻ പിന്നീട് വികസിച്ചു നമ്മുടെ വ്യോമഗതാഗതം വികസിക്കാൻ തുടങ്ങി. ഇൻ ഡ്യൂ കോഴ്സ് ഹ്യൂമൻസ് വർ ഏബിൾ ടു ബിൽഡ് ഹെലികോപ്റ്റേഴ്സ്, ജെറ്റ് പ്ലാൻസ്, പാസഞ്ചർ പ്ലാൻസ് ആൻഡ് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഒക്കെ പിന്നീട് വന്നതാട്ടോ. ഇന്ന് കാണുന്നുണ്ടാ എല്ലാം അങ്ങനെ പിന്നീട് കാലക്രമേണ വന്നിട്ടുള്ളതായിരുന്നു. ദെൻ എയർ ട്രാവൽ ഈസ് എ വെരി യൂസ്ഫുൾ മോഡ് ഓഫ് ട്രാവൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് വിത്തിൻ എ ഔട്ട്സൈഡ് ദ കൺട്രി. നമുക്ക് രാജ്യാന്തര യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വെരി യൂസ്ഫുൾ മോഡ് ഓഫ്, എന്താ വെച്ചാൽ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള, പെട്ടെന്ന് എത്തും അല്ലെ, വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് വ്യോമഗതാഗതം. നമുക്ക് ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകാൻ വളരെ എളുപ്പത്തിൽ എത്തിക്കുന്ന ഒന്നാണ് വ്യോമഗതാഗതം അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അറ്റ് ദ പ്രസന്റ്. ഇന്ന് പ്രസന്റിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, ഏറ്റവും വേഗതയേറിയ ഒരു ഗതാഗത മാർഗമാണ് വ്യോമഗതാഗതം അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ഓൾസോ വൈഡ്ലി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസ്. നമുക്കറിയാം, മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 2018 എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വ്യോമഗതാഗതം തന്നെയല്ലായിരുന്നു മുന്നിട്ടിറങ്ങിയത്. മിലിറ്ററി സർവീസ്, മിലിറ്ററിക്കാരൊക്കെ ഇറങ്ങി വന്നത് അതിലല്ലായിരുന്നോ, നമ്മുടെ വിമാനങ്ങളിലൊക്കെ അല്ലായിരുന്നു ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് വ്യോമഗതാഗതമാണ്. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം എന്ന് പറയുന്നത് തന്നെ ഏതാ? യെസ്, നമ്മുടെ വിമാനത്തിൽ പോയാൽ നമ്മൾ പെട്ടെന്ന് എത്തൂലേടാ. നമ്മളിപ്പോൾ പെട്ടെന്ന് 4 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. ഓക്കെ, വേറൊരു കൺട്രിയിലേക്ക്. ദെൻ സൈനിക ആവശ്യങ്ങൾക്ക്, മിലിറ്ററി സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വ്യോമഗതാഗതങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിന്റെ മേന്മകൾ, മെറിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ് എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വ്യോമഗതാഗതം എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസസ്. അപ്പോൾ ഇതിന്റെ ഡിമെറിറ്റ്സ് ഒരു 2 എണ്ണങ്ങൾ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ പാരച്യൂട്ടുകളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇന്ന് കാണുന്ന വിമാനങ്ങളിലേക്ക് എത്തിയത്. ഇന്ന് കാണുന്ന വിമാനത്തിന്റെ രൂപത്തിലേക്കുള്ള ആ ഒരു വിമാനം നിർമ്മിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വ്യോമഗതാഗതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.